നിങ്ങൾ കേട്ടത് ശരിയാണ്. എന്താടോ കാര്യം? അഖിലനാരുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ പുഞ്ചിരി ബസ്സിലെ സുനിലായിട്ട് ഇഷ്ടത്തിലാ. പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. പൊന്നപ്പൻ ചേട്ടനെ പൊന്നു പോലെ നോക്കും. അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ള ഒരു കൊച്ചായിരുന്നു. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യണല്ലേ? നമ്മൾ കണ്ടതാണ് വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പെണ്ണിന്റെ മനസ്സാ, അത് എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. മൈ കണ്ടോളൻസ്, എന്റെ വിധി. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. അതെ, പിരിയാൻ കഴിയാത്ത വണ്ണം ഞങ്ങൾ അടുത്തു പോയി അല്ലേ മേളൂ. നിങ്ങൾ ലവ് മാരേജ് ആണോ? അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. മോൻ എത്ര വിഷമം ഉണ്ടാവൂലേ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം അത് വെറും ഒരു കച്ചറ ഒരുത്തൻ. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? അവന് ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകക്ഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത്. ഉള്ള ചാരിത്രം കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. ഇനിയിപ്പോ അവള് കടന്ന് ഓരോ ഇല്ലാത്ത ന്യായങ്ങളും കള്ളങ്ങളും ഒക്കെ പറയുമായിരിക്കും. അഖിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അഖിലിന് പരസ്ത്രീ ബന്ധം ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. അതൊക്കെ അവളുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. എന്നോട് ഇത് വേണ്ടായിരുന്നു.